ഇന്ന് നമുക്കൊരു ദോശ ചൂടാം. റവയും അവിലൊക്കെ വെച്ച് അതിന് കുറച്ച് റവ എടുത്തിട്ടുണ്ട്. റവയൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ കുറച്ച് അവിലെടുത്തിട്ടുണ്ട്. ഇതൊരു ചുമന്ന അവില കിട്ടിയത്, വെള്ള അവിലില്ലായിരുന്നു. അതിന് പകരം ഞാൻ ചുമന്ന അവിലെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കാൻ വെച്ച് റവയൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇടാം. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം, ഒരു 15 മിനിറ്റ്. അങ്ങനെ നമ്മൾ അവിലും വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചു, റവയും വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചു. ഇത് ഇനി മിക്സിയുടെ ജാറിലോട്ട് ഒഴിക്കാം. റവ കട്ടിയായിട്ടിരിക്കുക, അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുതിർത്ത അവല് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം. നല്ല ഇച്ചിരി തരിയൊക്കെ ഉണ്ട്, എത്രക്കാലം റവ ഇല്ലേ. ഇനി ഇതിനകത്ത് വേണ്ടത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് വേണ്ടത് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് വെക്കാം, ഒന്ന് പതഞ്ഞ് വരാനായിട്ട്. മാവൊന്ന് പതഞ്ഞ്, അത് കഴിഞ്ഞ് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഇനി അടച്ചു വയ്ക്കാം. ഒരു ചമ്മന്തി തയ്യാറാക്കും. ഒരു പച്ചമുളക് ചമ്മന്തിയാണ്. അതിന് പച്ചമുളക്, ഉള്ളി, ഉപ്പ്, തേങ്ങ എല്ലാം ഇട്ടിട്ടുണ്ട്. ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ചമ്മന്തി അരച്ചിട്ടുണ്ട്. ഇതൊന്ന് കടുവറുക്കാം. കടുകെല്ലാം ഇട്ട്, ഉള്ളി ഇട്ട്, ഇതിലെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇടുന്നില്ല. ഈ ചമ്മന്തി അരച്ചത് ഒഴിച്ച് കൊടുക്കാം. പാനെടുപ്പത്ത് വെച്ച് നമുക്ക് പാനൊന്ന് ചൂടായി, ഒന്ന് ദോശ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ റവ ദോശ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തിരിച്ചിടാം. സൂക്ഷിച്ച് കീറി പൈസയില്ല, തിരിച്ചിടാം. റവ ദോശ ചുട്ടുകൊണ്ടിരിക്കുക. മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് അടച്ചു വെക്കുക.
നമ്മളിവിടെ അടിപൊളി റവ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റായ, ഇനിയിപ്പോൾ ഏകദേശം ചുട്ടു തീരാറായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ റവ കൊണ്ട് ദോശ, റവയും അവിലും വെച്ചുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനൊക്കെ നല്ല ഗുണങ്ങളുണ്ട്. നല്ല ഇതായിട്ടിരിക്കുന്നുണ്ട്. റവ വെച്ചിട്ടുള്ള ദോശ നല്ലോണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചമ്മന്തി, പച്ചമുളക് വെച്ച ചമ്മന്തി അരച്ചേക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ബട്ടനും കൂടെ അമർത്തിയാൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം കിട്ടും. എല്ലാവരും വീഡിയോയിലൊന്ന് തയ്യാറാക്കി നോക്കി. നല്ല സോഫ്റ്റാണ്, റവ കൊണ്ടുള്ള ദോശയാണെന്ന് ഞാൻ തയ്യാറാക്കിയത്. അതെല്ലാ വീട്ടിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒരു 4 മണിക്കും കഴിക്കാം. നമുക്ക് നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അവലും റവയും കൂടെ ചേർത്തുള്ളൊരു ദോശയാണ് ഞാൻ തയ്യാറാക്കിയത്. അരിയൊന്നും അരയ്ക്കണ്ട, പെട്ടെന്ന് തയ്യാറാക്കാം.